Preetha K. Nair. I am from Ave Maria Academy, Ettumanur. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET-യിലെ കണക്ടേഴ്സിൻ്റെ യൂസേജിനെ പറ്റിയിട്ടാണ്. കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഇൻഫർമേഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ however, although, even though ഇതൊക്കെ കണക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഈ OET റൈറ്റിംഗ് സ്പീക്കിങ്ങിലൊക്കെ. പക്ഷേ ഈ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് OET-യുടെ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും മാത്രമല്ല, ലിസണിങ്, റീഡിങ് ഇവയിലും നമുക്ക് കണക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവയുടെ ഉപയോഗം എങ്ങനെയാണ്, എന്ത് മീനിങ് ആണ് കൺവേ ചെയ്യുന്നതെന്നൊക്കെ അറിയേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് however എന്ന് പറയുന്ന കണക്ടർ, അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇപ്പം എങ്കിലും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ however യൂസ് ചെയ്യുന്നത് രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യുക, രണ്ട് കോൺട്രാസ്റ്റിംഗ് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ്. അതായത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ്, ഒരു നെഗറ്റീവ് സെൻറ്റൻസ്, ഇവയെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് however യൂസ് ചെയ്യാം. അപ്പോൾ അതെവിടെയായിരിക്കും, നമ്മുടെ നടുക്ക്, അതായത് ഇൻ ബിറ്റ്വീൻ സെൻറ്റൻസുകളുടെ നടുക്കായിട്ടായിരിക്കും നമുക്ക് however പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ I have a lot of homework tonight. However, I made a promise to go with her. അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട് രാത്രിത്തേക്ക്, ബട്ട് ഞാൻ പ്രോമിസ് ചെയ്തു അവളുടെ കൂടെ പോകാമെന്ന്. അത് നമുക്ക് ഹോംവർക്ക് ഉണ്ട് എങ്കിലും ഞാൻ കൂടെ പോകാമെന്ന് പ്രോമിസ് ചെയ്തു. അപ്പോൾ അവിടെ എങ്കിലും അല്ലെങ്കിൽ എന്നിരുന്നാൽ, ഇപ്പോൾ കോൺട്രാസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നൊരു പോസിറ്റീവ് കാര്യം, രണ്ടാമത്തെ ഒരു നെഗറ്റീവ് കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നെഗറ്റീവ് കാര്യം, പിന്നെ നമുക്കത് പോസിറ്റീവ് കാര്യം പറയണം. അപ്പോൾ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞിട്ട് അതൊന്ന് ഡീവിയേറ്റ് ചെയ്ത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള നെഗറ്റീവ് കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇവയെ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കത് however യൂസ് ചെയ്യാം. അപ്പോൾ ഒരു നമ്മുടെ OET റൈറ്റിംഗ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതി, ഒരു പോസിറ്റീവ് കാര്യം നമ്മൾ എഴുതി, ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് ഓക്കെ ആയി നമ്മൾ എഴുതി, എങ്കിലും അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ബിറ്റ്വീനിൽ however ചേർക്കാം. അപ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സെൻറ്റൻസ് എഴുതി, ഫസ്റ്റ് സെൻറ്റൻസ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള നമുക്ക് വേണ്ട ഒരു സെൻറ്റൻസ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയതിന് ശേഷം however, എന്നിട്ട് നമുക്ക് അടുത്ത കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ അടുത്ത സെൻറ്റൻസ് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ ഒരു കാര്യം എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് howeverൽ നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് തീർക്കാവുന്നത് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എഴുതേണ്ട നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഏതെങ്കിലും ഫസ്റ്റ് സെൻറ്റൻസ് എഴുതിയിട്ട് സെമി കോളൻ ഇട്ടിട്ട് however വെച്ച് നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ howeverൻ്റെ H ഷുഡ് ബി സ്മോൾ ലെറ്റർ ആയിരിക്കും നമുക്ക് വേണ്ടത്. അത് സെമി കോളൻ ദെൻ however ഒരു കോമ ഇട്ടിട്ട് നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് സെൻറ്റൻസ് പറയാൻ പറ്റും. സോ രണ്ട് കോൺട്രാസ്റ്റിംഗ് സെൻറ്റൻസുകളാണ് എഴുതാനായിട്ടാണ് നമ്മൾ however യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് OET റൈറ്റിങ്ങിൽ എങ്ങനെ however യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ കേസ് നോട്ടിനകത്തുനിന്ന് ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് എടുത്തിട്ടുണ്ട്. മിസ്സസ് മേരീസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഹാവ് ബീൻ റിസോൾവ്ഡ് എന്നൊരു സെൻറ്റൻസും, രണ്ടാമത്തെ സെൻറ്റൻസ് എക്സ്പീരിയൻസസ് പ്രോബ്ലംസ് വിത്ത് ബവൽ മൂവ്മെൻറ്റ്സ്. സോ മിസ്സസ് മേരിക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ റിസോൾവ് ആയി ഹോസ്പിറ്റലൈസേഷന് ശേഷം, ബട്ട് ബവൽ മൂവ്മെൻറ്റ്സിലെ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. സോ രണ്ടും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇത് നമുക്ക് however വെച്ച് കണക്ട് ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് ഇത് എഴുതാൻ പറ്റുന്നത്, ആഫ്റ്റർ എ വീക്ക് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ മിസ്സസ് മേരീസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഹാവ് ബീൻ റിസോൾവ്ഡ്. However, she still experiences problems with bowel movements. അപ്പോൾ ഹോസ്പിറ്റലൈസേഷന് ശേഷം മിസ്സസ് മേരിയുടെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഓക്കെ ആയി, റിസോൾവ്ഡ് ആയി, എങ്കിലും however she still experiences problems with bowel movements. സോ ഇതുപോലെ രണ്ട് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയ സെൻറ്റൻസുകളെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് എഴുതുന്നതിന് however യൂസ് ചെയ്യാവുന്നതാണ്.